ഒത്തിരി പേരെ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ഈ സോണി ക്യാമറയിലൊക്കെ നമ്മൾ 4K റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ലോ മോഷനൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാർഡാണല്ലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് V60 കാർഡ്, V30 കാർഡ് എന്നൊക്കെ പറയുന്ന കാർഡുകളാണ്. ഇത് V30 കാർഡാണ്, ഇത് V60 കാർഡാണ്. അപ്പം ഇത് UHS 2 കാർഡ്, ഇത് UHS 1 കാർഡ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാർഡുകൾ നമ്മൾ ഇപ്പം സ്പീഡ് കൂടിയ കാർഡുകൾ ഉപയോഗിക്കണമെന്ന് കമ്പനിക്കാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ കമ്പനിക്കാർക്ക് തന്നെ ഈ ഇത്രയും സാങ്കേതികവിദ്യ നമ്മൾ ഡെവലപ്പായിട്ടുള്ളൊരു സമയത്ത് ഈ ക്യാമറയ്ക്കകത്ത് എന്താ ഒരു സ്റ്റോറേജ് കൊടുക്കാത്തത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സോണി ആയാലും നിക്കോൺ ആയാലും കാനോൺ ആയാലും അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ഒരു 1 TB ഒക്കെ സ്റ്റോറേജ് കൊടുത്താൽ എന്താ പ്രശ്നം? നമുക്കിപ്പോൾ ഒരു 1 TB നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു 5,000 മുതൽ 10,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇത്രയും ലക്ഷം രൂപ മുടക്കി, ഏകദേശം ഒരു 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം രൂപ മുടക്കി നമ്മൾ വാങ്ങിക്കുന്ന ക്യാമറയിൽ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് ഫെസിലിറ്റി, അതിന് വേണ്ടിയിട്ട് അവരൊരു കാർഡ്, ആ കാർഡിനാണെങ്കിൽ 25,000 രൂപ 30,000 രൂപ ഉള്ളത്, അതാണെങ്കിൽ എപ്പം വേണമെങ്കിലും കറക്റ്റായി പോകും. പിന്നെ അതിനകത്ത് തന്നെ സ്പീഡ് കൂടിയ കാർഡ്, സ്പീഡ് കുറഞ്ഞ കാർഡ്, ഇത് സത്യത്തിൽ ഒരു കബളിപ്പിക്കൽ പരിപാടിയല്ലേ? അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർ, അല്ലെങ്കിൽ ഇതെന്താണ് അവർ കൊടുക്കാത്തതെന്നൊക്കെ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ബാക്കിയുള്ള നമ്മളിപ്പോൾ ഹസൽബ്ലാഡ് ആയാലും അങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ ക്യാമറയ്ക്കകത്താണെങ്കിൽ ശകലം വില കൂടിയ ക്യാമറയാണ്, മീഡിയ ഫോർമാറ്റ് ക്യാമറകളാണ്. പക്ഷേ അതിനകത്തൊക്കെ ആണെങ്കിൽ ഒരു 500 GB 1 TB ഒക്കെ ഇൻറ്റേർണൽ സ്റ്റോറേജ് തന്നെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ് ഇട്ടാൽ മതി, ഇല്ല എങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിട്ട് തന്നെ ഇത് തരുന്നുണ്ട്, ഇൻബിൽട്ടായിട്ട് തന്നെ. അപ്പം നമുക്കതാണെങ്കിൽ അതിനകത്ത് ഒരു 1 TB വരെ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ നമുക്ക് എടുക്കാൻ പറ്റും. മറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ക്യാമറകൾ, സോണി, നിക്കോൺ, കാനോൺ അങ്ങനെയൊക്കെയുള്ള ക്യാമറകളിനകത്ത് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും ഒരു 5,000 രൂപ നമുക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ കിട്ടുന്ന 5,000 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഈ പറയുന്നതിൻ്റെ കൂടെയുള്ള ഹൈ സ്പീഡ് 5000 Mbps 7000 Mbps സ്പീഡുള്ള നമ്മളിതിൻ്റെ കൂട്ട് മെമ്മറി കാർഡുകളായാലും അതിൻ്റെ കൂട്ട് തന്നെ NVMe ഹാർഡ് ഡിസ്കുകളായാലും അതൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ സാൻ ഡിസ്കിൻ്റെ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒത്തിരി കമ്പനികളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ട് തന്നെ ഇതിനകത്ത് ഒരു ഇൻബിൽട്ടായിട്ടൊരു ചിപ്പ് കൊടുത്താൽ പോരെ? ചിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഇവർക്ക് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള 4K 8K ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സ്പീഡുള്ള കാർഡ് ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ചെയ്താൽ പോരെ? നമ്മളെ കൊണ്ട് പിന്നെയും കാശ് മുടക്കിപ്പിച്ച് ഈ ഓരോരോ കാർഡുകൾ മേടിക്കുക ഓരോരോ കമ്പനികളുടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.